പയ്യന്നൂർ എരമം സ്വദേശികളായ സൂരജ് വിജിഷ ദമ്പതികളുടെ മകൻ ദേവാൻഷ് ശൗര്യയാണ് മരിച്ചത്. അനസ്തേഷ്യ പിഴവാണ് മരണകാരണമെന്ന് പ്രാഥമിക നിഗമനമുണ്ട്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, 1.5 വയസ്സുള്ള ഒരു കുഞ്ഞ് മരിക്കാനിടയായ സാഹചര്യം. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ്. അനസ്തേഷ്യ പിഴവിനെ തുടർന്ന് മരണമുണ്ടായി എന്ന് കുടുംബം പറയുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ മിഥുൻ പിള്ള? വിനോദ്, ഏതാനും ദിവസം മുൻപാണ് പയ്യന്നൂർ എരമം സ്വദേശികളായ സൂരജ് വിജിഷ ദമ്പതികളുടെ മകനായ ദേവാൻഷ് ശൗര്യയെ വീണ് പരിക്കേറ്റ്, അതായത് ചുണ്ടിനും അതുപോലെ തന്നെ താടിക്കും പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിച്ചത്. ചെറിയ മുറിവ് മാത്രമാണ് കുട്ടിയുടെ താടിക്കും ചുണ്ടിനും ഉണ്ടായത്. ഇവിടെ വെച്ച് തുന്നലിടാൻ വേണ്ടിയാണ് അനസ്തേഷ്യ കുട്ടിക്ക് നൽകിയത്. പക്ഷേ ആ സമയത്ത് തന്നെ കുട്ടി അബോധാവസ്ഥയിലാവുകയും തുടർന്ന് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. തുടർന്ന് ഏതാനും ദിവസങ്ങളായി കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റുകയും ചെയ്തു. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെച്ചാണ് ഇത്തരത്തിൽ അനസ്തേഷ്യ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ സമയത്ത് തന്നെ കുട്ടി ഇങ്ങനെ അബോധാവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. തുടർന്ന് ആരോഗ്യാവസ്ഥ ഗുരുതരമായതിനെ തുടർന്ന് നേരെ കണ്ണൂരിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇവിടെ വെന്റിലേറ്ററിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. മരുന്നുകളോടൊന്നും കാര്യമായി പ്രതികരിക്കാത്തൊരവസ്ഥയിലേക്ക് പോയിരുന്നു. തുടർന്നാണ് ഏതാണ്ട് 9:00 മരണം സ്ഥിരീകരിച്ചുകൊണ്ട് വിവരം പുറത്തു വന്നിരിക്കുന്നത്. ഇവർക്ക് വിവാഹം കഴിഞ്ഞ ഏതാണ്ട് 8 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ കുട്ടിയാണ്. ആ കുട്ടിയാണ് വളരെ മറ്റൊരു സഹായം ഉണ്ടായത്. വളരെ ദാരുണമായൊരു മരണം തന്നെയാണ് ഈ കുടുംബത്തിനുണ്ടായെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഈ കുടുംബത്തിന്റെ ആരോപണം ഈ കുട്ടിക്ക് അനസ്തേഷ്യ നൽകിയുള്ള പീഡനമാണ് കുട്ടിയെ മരണത്തിലേക്ക് നയിച്ചെന്നൊരു ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സംഘങ്ങൾ ഇന്ന് പയ്യന്നൂരിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധ പ്രകടനം അടക്കം നടത്തിയിരുന്നു. മാത്രമല്ല, പറയുന്നുണ്ട് ഈ 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇത്തരത്തിൽ അനസ്തേഷ്യ നൽകുന്നത് വളരെ അപകടകരമാണ് എന്ന് ഈ ആരോഗ്യ വിദഗ്ധരടക്കം പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വളരെ വേദനാജനകമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായത്. ഈ കുട്ടിയെ ഇത്തരത്തിൽ ഗുരുതരാവസ്ഥയിലായ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റിനെതിരെ പോലീസ് കേസെടുക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ കുടുംബം കൃത്യമായി പരാതി ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ആശുപത്രി എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? ഈ ബാലാവകാശ കമ്മീഷനിലടക്കം പരാതിയുമായി മുന്നോട്ട് നീങ്ങാനാണോ കുടുംബത്തിന്റെയും തീരുമാനം? ബാലാവകാശ കമ്മീഷനല്ല, നിലവിൽ പോലീസിനാണ് പരാതി നൽകിയിട്ടുള്ളത്. പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. കുടുംബം ആരോപിക്കുന്നത് അനസ്തേഷ്യ നൽകിയതിലുള്ള പിഴവാണ് കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ്. കാരണം അനസ്തേഷ്യ നൽകിയതിന് തൊട്ടു പിന്നാലെ കുട്ടി അബോധാവസ്ഥയിലാവുകയായിരുന്നു. അതേസമയം ആശുപത്രി അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് അനസ്തേഷ്യ നൽകിയ സമയത്ത് തന്നെ ഇത്തരത്തിൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവുകയായിരുന്നു എന്നുള്ള രീതിയിലുള്ള വിശദീകരണമാണ് നൽകുന്നത്. അതിന് തൊട്ടു പിന്നാലെ കുട്ടി മരണപ്പെട്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഒരു വിശദീകരണം ഈ ആശുപത്രി അധികൃതർ അടക്കം നൽകുന്നത്. ഏതായാലും ആശുപത്രിക്ക് വീഴ്ച പറ്റിയിട്ടില്ല എന്നാണ് ബേബി മെമ്മോറിയൽ ആശുപത്രി അധികൃതർ ഏതായാലും വ്യക്തമാക്കുന്നത്. കുട്ടിക്കുണ്ടായത് അപ്രതീക്ഷിതമായ ആരോഗ്യ പ്രശ്നമാണ് എന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നുമാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. വിനോദ്, വ്യക്തമാണ്. 1.5 വയസ്സുള്ള ഒരു കുഞ്ഞാണ്. ഇത്തരത്തിൽ അനസ്തേഷ്യ പിഴവിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ആയ ആ കുഞ്ഞു മരിക്കുന്ന സാഹചര്യം വരുന്നത് പയ്യന്നൂരിലാണ് സംഭവം. പയ്യന്നൂരിലുള്ള ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് ഇത്തരത്തിൽ സൂരജ് വിജിഷ ദമ്പതികളുടെ മകൻ ദേവാൻഷ് ശൗര്യ മരണപ്പെടുന്നത്. അനസ്തേഷ്യ പിഴവാണ് മരണകാരണമെന്ന് പ്രാഥമിക നിഗമനമുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള.